ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഗ്രീൻ ബൗളിൻ്റെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചി വറുക്കുകയാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇഞ്ചിക്കറിയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഇഞ്ചമ്പുളിയാണോ പുളിയിഞ്ചിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കൊല്ലം, തിരുവനന്തപുരം സൈഡുകാർക്കൊക്കെ ഇഞ്ചിക്കറിയാണ് കേട്ടോ ഓണസദ്യക്ക് പ്രധാനം. ഇഞ്ചിപ്പുളിയല്ല. അതായത് നമ്മൾ നല്ല കാന്തരമുള്ള ഇഞ്ചി നോക്കിയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് പറയും 100 കറികൾ സമമാണ് ഒരു ഇഞ്ചിക്കറി എന്നുള്ളത് കേട്ടോ. പണ്ട് പരരുചിയുടെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇഞ്ചിക്കറി പരാമർശിക്കുന്ന ഒന്നാണ്. അപ്പം ഇഞ്ചിക്കറി വേണ്ടവർക്ക് ഇഞ്ചിക്കറി ഓർഡർ ചെയ്യാം. അതേപോലെ നമ്മൾ ഓണത്തിന് ശർക്കര പുരട്ടി, ഏത്തയ്ക്ക ഉപ്പേരി അതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളൂ. അതുപോലെ തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയില്ലേ, പഴുത്ത മാങ്ങ, അത് പഴുത്ത മാങ്ങയുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി നാടൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒരു ഘടകമാണ് ഇഞ്ചിക്കറി. നമ്മുടെ കല്യാണ സദ്യക്കായാലും എല്ലാ ഇഞ്ചിക്കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി വറുത്തുകൊണ്ടിരിക്കുവാണേ. നല്ല തീയുണ്ട്. നമ്മൾ ഓട്ടുരുളിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിന് കോംബോ നമുക്ക് 6 കോംബോ ഉണ്ട് കേട്ടോ ഓണത്തിന്. പക്ഷെ നമ്മൾ 10-ാം തീയതി വരെയാണ് കോംബോയ്ക്ക് സമയം പറഞ്ഞിരിക്കുന്നത്. 10-ാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ ഓണത്തിന് തിരക്കായി. അപ്പം നമുക്ക് ഈ വീഡിയോസ് കാണുന്നവർക്ക് ആർക്കെങ്കിലും ഓണം കോംബോ വേണമെങ്കിൽ, അങ്ങനെ ഇഞ്ചിക്കറി വേണമെങ്കിൽ അങ്ങനെ വേഗം തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓർഡർ തന്നെ വേഗം തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ വഴി നമുക്ക് വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. തിരക്കായാൽ പിന്നെ ചിലപ്പോൾ ഓർഡർ സ്റ്റോക്ക് കാണത്തില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും. ഡെലിവറി ടൈം ഡിലേ ആവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇഞ്ചിക്കറി, അത് കണക്ക് തന്നെ ശർക്കര വരട്ടി, ബനാന ചിപ്സ്, അങ്ങനെ എന്ത് ഓണത്തിന് വേണ്ടിയുള്ള മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, അത് കറുനാരങ്ങ നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല. നാടൻ കറുനാരങ്ങ കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാം ഇപ്പോൾ കോംബോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.